വിശുദ്ധ പൗലോസ് ശ്ലീഹ കൊറിന്തോസിലെ സഭയ്ക്ക് എഴുതിയ 2-ാം ലേഖനം 5-ാം അധ്യായം 10-ാം തിരുവചനം. ഓരോരുത്തരും തങ്ങളുടെ ശാരീരികതയിൽ ചെയ്തിട്ടുള്ള നന്മതിന്മകൾക്ക് പ്രതിഫലം സ്വീകരിക്കുന്നതിന് നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പിൽ വരണം. പ്രിയമുള്ളവർ, ഈ വചനം നമ്മെ ഭയപ്പെടുത്തുന്ന ഒന്നല്ല, മറിച്ച് ഉത്തരവാദിത്വത്തോടെ ജീവിക്കാനായിട്ട് ഓർമ്മിപ്പിക്കുന്നതാണ്. അതായത് നമ്മുടെ ഓരോ വാക്കും പ്രവൃത്തിയും ചിന്തകൾ പോലും ദൈവത്തിന് മുമ്പിൽ വളരെ വിലപ്പെട്ടതാണ്. ഇവയെല്ലാം ദൈവത്തിന് മുമ്പിൽ അനാവൃതവുമാണ്. ദൈവമെല്ലാം കാണുന്നുണ്ട്. അപ്പോൾ ഈ ലോകത്തിലെ ജീവിതം അവസാനിച്ച് നമ്മൾ ഈശോയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ നമ്മുടെ നന്മയ്ക്കും തിന്മയ്ക്കും അനുസരിച്ചാണ് പ്രതിഫലം കിട്ടുക. നമുക്കറിയാം, നമ്മളവിടെ കരുണയുടെ ഈശോനെ അല്ല കാണാൻ പോകുന്നത്, നീതിവിധിയാളനായ ഈശോയെയാണ്. നീതിയോടെ വിധിക്കുന്ന ദൈവം നമ്മുടെ പ്രവൃത്തികൾക്കനുസരിച്ചാണ് നമുക്ക് പ്രതിഫലം തരാം. അപ്പോൾ എന്ത് ചെയ്യണം? ഇപ്പോൾ തന്നെ സ്നേഹത്തിലും വിശുദ്ധിയിലും സത്യത്തിലും വിശ്വസ്തയോടുകൂടി ജീവിക്കാനായിട്ട് നമുക്ക് പരിശ്രമിച്ചു തുടങ്ങാം. ഈശോയ്ക്ക് ഇഷ്ടമുള്ളൊരു ജീവിതം നയിക്കാം. അത്രയേ ഉള്ളൂ ഇതിൻ്റെ എല്ലാം സാരം. ന്യായവിധിയുടെ ദിവസം ഒരു ഭയത്തിൻ്റെ ദിവസമായിട്ടല്ല, മറിച്ച് ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി, ഈശോയോടുള്ള വിശ്വസ്തതയുടെ സന്തോഷത്തിൻ്റെ ദിവസമാകട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. ഈശോയെ, എന്നെ മുഴുവനായും, എൻ്റെ കുടുംബം, എൻ്റെ ജോലികൾ, എൻ്റെ പ്രിയപ്പെട്ടവർ, അങ്ങ് എനിക്ക് നൽകിയിട്ടുള്ളതെല്ലാം പരിശുദ്ധമ്മയുടെ വിമല ഹൃദയം വഴിയായി, മറിയൗസേപിതാവിൻ്റെ നിർമ്മല ഹൃദയം വഴിയായി അങ്ങേക്ക് ഞാൻ കാഴ്ചവെക്കുന്നു. എൻ്റെ ഈശോയെ, എൻ്റെ വാക്കും പ്രവൃത്തിയും വികാര വിചാരങ്ങളും എല്ലാം അങ്ങയുടെ മുമ്പിൽ പ്രസാദകരമാവട്ടെ. അങ്ങയുടെ തിരക്തം കൊണ്ട് എന്നെ കഴുകണമേ, വിശുദ്ധീകരിക്കണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ. അങ്ങയോട് കൂടി ആയിരിക്കുവാനും ഒരിക്കൽ അങ്ങയെ മുഖാഭിമുഖം കാണേണ്ടതാണെന്ന ഉറച്ച ബോധ്യത്തോടെ വിശുദ്ധിയിൽ, വിശ്വസ്തതയിൽ, പൂർണ്ണതയിൽ ജീവിക്കുവാനൊരു കൃപ എനിക്ക് നൽകണമേ. എന്നെയും എൻ്റെ പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ തിരക്തത്താൽ പൊതിഞ്ഞു സൂക്ഷിക്കണമേ. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പുതിയ ധ്യാന ചിന്തകളുമായിട്ട് നമുക്ക് നാളെ കേൾക്കാം. അതുവരേക്കും ഈശോ നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ഇഷ്ടം തരാൻ മറക്കരുത്. ഒപ്പം നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ കമൻറ്റ് ചെയ്യണം. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. ഈശോ നമ്മോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ആമേൻ.